വറ്റ പിടിക്കണം, വലിയ വറ്റ പിടിക്കണം. അതിനെക്കുറിച്ച് വല്ലതും അറിയണം. ഗൈസ് നമസ്കാരം. ഫിഷ് വിത്ത് അനീസ് ടാക്കിൾസ്, fishwithanis.com-ന്റെ പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ നമ്മൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം. എസ്പെഷ്യലി ഫേസ്റ്റ്ലി നിങ്ങൾക്ക് ഒരു വലിയ താങ്ക് യു. ഇന്ന് നമ്മളെ കടയ്ക്ക് അധികം സെയിൽസ് തന്നത് നിങ്ങൾ കേരളത്തിൽ നിന്നാണ്. ഞാൻ ബീങ് എ തമിഴ്നാട് യൂട്യൂബർ ആയിരുന്നാലും നിങ്ങൾ കേരളത്തിൽ നിന്ന് അത്രയ്ക്ക് ഒരു അൻപ് തന്നതിന് വളരെ നന്ദി. ശരി, ഓക്കെ. ഒരു മുഖ്യമായ വിഷയം, വീഡിയോ കാത്തു പോകുന്നപടി നമ്മളെ ക്യാമോ ഇന്ന് ഹോട്ടസ്റ്റ് ആയിട്ട് നമ്മളെ ഫിഷിംഗ് ഐഡ ബ്രാൻഡഡ് ഫിഷിംഗ് ടീഷർട്ടിൽ ക്യാമോ ആണ് ഹോട്ടസ്റ്റ് ആയ പ്രോപ്പർട്ടി. വളരെ പേര് കുറച്ച് ദിവസമായിട്ട് ചോദിച്ച് സ്റ്റോക്ക് ഇല്ലാതെ തന്നത്. സ്റ്റോക്ക് ഇപ്പം ഈ വീഡിയോ വരുമ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കണമേ. ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ, പക്ഷേ അടുത്ത ബാച്ച് വരുന്നുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ആർക്ക് വേണമെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കണം. അതുപോലെ റീഫ് സ്റ്റൈലും ഫാൻ എഡിഷൻ അല്ലാതെ വെറുമനെ ഉള്ളത് വരുന്നുണ്ട്. നിറയെ പേർക്ക് ആ ഫാൻ എഡിഷൻ ഇപ്പം നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാതിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടീഷർട്ട് വേണോ അപ്പടിയാണ് ആ ഫാൻ എഡിഷൻ അല്ലാത്ത റീഫ് സ്റ്റൈൽ വരുന്നുണ്ട്. അതുപോലെ നമ്മളെ ഓഷ്യൻ മിസ്റ്ററി നല്ല ചന്തമായിരിക്കില്ലേ ഓഷ്യൻ മിസ്റ്ററി വരുന്നുണ്ട്. ശരി, ഓക്കെ. GT ഫിഷിങ്ങിനെ കുറിച്ച് അറിയുന്ന മുമ്പ് ഫസ്റ്റ് GT ഫിഷ് എന്നാ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തമിഴ്നാട് കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട് കമ്പാരിറ്റീവ്ലി റീഫ്സ് അധികം ഉള്ളയിടം. കേരളത്തിൽ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ നമ്മളെ കൊല്ലം പോലെ സ്ഥലത്ത് വലിയ GT കയറും എന്ന് വെച്ചാൽ കരയിനടുത്ത് തന്നെ റീഫ്സ് ഉണ്ട്. റീഫ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം പുറത്തൊക്കെ നോക്കിയാൽ നല്ല വലിയ മലയെല്ലാം അങ്ങനെ ഇരിക്കുന്നില്ലേ, അതുപോലെ കടലിനടിക്കുമെന്ന് നോക്കിയാൽ ഒരു മറ്റേ കേവ്സ് അങ്ങനത്തെ മീൻ ഹൈഡ് ചെയ്ത് നിൽക്കാനുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് റീഫ്സ് എന്ന് പറയും. അതുപോലെ നമ്മൾ ഈ പവളപ്പാറയൊക്കെ ഇരിക്കുന്നില്ലേ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉള്ളതിൽ ഒരു ആംബിസ് പ്രെഡേറ്ററാണ് നമ്മളെ GT. അതാണ് നമ്മൾ ടീഷർട്ടിൽ പറയാം റീഫ് സ്റ്റാർന്ന്. അവർ റീഫിൻ്റെ ഗാങ്സ്റ്ററാണ്. അപ്പോൾ ആ ഗാങ്സ്റ്ററെ ടാർഗറ്റ് ചെയ്യുമ്പോൾ GTയെ കുറിച്ചുള്ള അതിൻ്റെ സ്വഭാവം കുറിച്ച് നമുക്കൊന്ന് അറിയാം. ഫസ്റ്റ് GT ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് പ്രെഡേറ്റർ. ഇൻസ്റ്റിങ്ക്റ്റീവ് പ്രെഡേറ്റർ എന്ന് വെച്ചാൽ നോർമലായിട്ട് ഒരു ലൂർ പോയിട്ടിരിക്കുമ്പോൾ എല്ലാ പെലാജിക്സും എല്ലാ പ്രെഡേറ്ററി ഫിഷും ഇൻസ്റ്റിങ്ക്റ്റിൽ തന്നെ അടിക്കുന്നത്. പക്ഷേ GT ഇന്നും കുറച്ചുകൂടെ സ്പെസിഫിക്. നിങ്ങളിങ്ങനെ നോർമലായിട്ട് ലൂർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്ഷൻ മാറ്റുമ്പോൾ അവന്മാർ ചാടി വന്നടിക്കും. അവന്മാർ ഇൻസ്റ്റിങ് ജാസ്തിയാണ്. അവന്മാർക്ക് കൺ പാർവ ഇച്ചിരി കുറവാണ്. പക്ഷേ അതിനെ ടാക്കിൾ ചെയ്യുന്നപ്പോൾ അവന്മാർ ഭയങ്കര സ്പീഡായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം GTയെ ടാർഗറ്റ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് ആക്ഷൻസ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾ കേരളത്തിൽ നിറയെ പേര് വന്ന് பார்த்தீங்கன்னா ജിഗിങ് അങ്ങനെ വെച്ചാൽ അഡ്വാൻസ് ആയിട്ടുള്ള ഫിഷിങ്ങിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബേസിക്സിൽ എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു 5 കൊല്ലം ഫിഷിംഗ് യൂട്യൂബിങ്ങിൽ എന്നെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേര് ഹനീഷ്, ഫിഷ് വിത്ത് അനീസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൻ ചാനൽ തമിഴിലുണ്ട്. ഇതിപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് ഞാൻ ഫിഷിംഗ് യൂട്യൂബിങ് ചെയ്യുന്നുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും തരാം. ഇടയ്ക്ക് നമ്മൾ കുറച്ച് GT ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് അതിൽ ഒരു ഐഡിയ കിട്ടും. ഈ 5 കൊല്ലം ട്രാവലിൽ ഞാൻ കുറച്ച് ചെറിയ GT വലിയ GT ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ ഉണ്ട്. മറ്റൊരു വിഷയം, GTയുടെ താട ഇരിക്കുന്നില്ലേ, ഈ താട വന്ന് ഭയങ്കര പവർഫുള്ളാണ്. സോ വെന്നെവർ എപ്പോഴെങ്കിലും GT സ്ട്രൈക്ക് ചെയ്താൽ ഫസ്റ്റ് അടിച്ച് ഹൂക്ക് സെറ്റ് ചെയ്യണം. അടിച്ച് ഹൂക്ക് സെറ്റ് ചെയ്യുമ്പോൾ ആ ഹൂക്ക് അകത്ത് പെനിട്രേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. നിറയെ പേർക്ക് GT കടിച്ച് വിട്ടെന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹൂക്ക് സെറ്റ് ചെയ്യാത്തതാണ്. എനി ഫിഷിന് ഹൂക്ക് സെറ്റ് ചെയ്യണം, പക്ഷേ ഇതിന് ഇന്നും കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഹൂക്ക് സെറ്റ് ചെയ്യണം. ഇത് വലിയ ഇമ്പോർട്ടൻ്റ്. പിന്നെ GTയെ ഫൈറ്റ് ചെയ്യുമ്പം ഒരു ശ്രദ്ധയിരിക്കണം. സംടൈംസ് GTക്ക് ഫാൾസ് ഹൂക്കാവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. ഞാനൊരു 3 കൊല്ലമായി ഒരിക്കൽ ഒരു 4 കിലോ സൈസ് GT എനിക്ക് അടിക്കുന്നു. എൻ്റെ നമ്മളടുത്തൊരു കടപ്പുറത്തിലുള്ള അണ്ണൻ ഉണ്ടായിരുന്നു. ഇത്ര സമയമാവും ഈ മീൻ കരയാറ്റെന്ന അണ്ണൻ ചോദിക്കുന്നത്. ബട്ട് ആക്ച്വലി ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഫാൾസ് ഹൂക്കായിരുന്നു. ഫാൾസ് ഹൂക്കായിരിക്കുമ്പോൾ എപ്പോഴും മീനിൻ്റെ ഫൈറ്റിംഗ് ഹാബിറ്റ് ഇതാവും. എന്നുവെച്ചാൽ നമുക്ക് വായിക്ക് ഹൂക്കാവുമ്പം മീൻ നമ്മൾ പൊന്തി മുകളിലോട്ട് കൊണ്ടുവരുമ്പം അതിന് ആ ബ്രീത്തിങ് പ്രോപ്പറായില്ലാതെ പെട്ടെന്ന് ടയർഡാവും. സൈഡിൽ അങ്ങനെയല്ല, അതിൻ്റെ ഫുൾ പവർ കൊണ്ട് അവിടെയും ഓടും. ഫാൾസ് ഹൂക്കാവുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രാഗ് കൊടുത്ത് GTയെ ഫൈറ്റ് ചെയ്യാം. ശരി, ഓക്കെ. ഇത് GT ഫിഷിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി. ഇനി ലിയോർസ്, പോപ്പേഴ്സ്. എല്ലാവർക്കും ഡ്രീം അതാണ്. എപ്പോഴും ഒരു പെലാജിക് ഫിഷിങ് ചെയ്യുമ്പോൾ പോപ്പറിൽ മുകളിൽ വന്ന് GT അടിക്കുന്നത് അതൊരു ഭയങ്കര കംഫർട്ടബിളായ വിഷയമാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് നമ്മളെ സ്നൈപ്പർ മിന്നോയിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോസിൽ എല്ലാത്തിലും ഞാൻ സ്നൈപ്പർ മിന്നാണ് യൂസ് ചെയ്തത്. ഇനി മിന്നോലൂറിൽ ജെർക്ക് ആക്ഷനിലുള്ളതിൽ GTക്ക് നല്ലോണം അടിക്കുക. ഇതിപ്പം ഈ സീസണിൽ ഇവിടെയൊക്കെ നല്ല റിസൾട്ടാണ്. പിന്നെ സീമാൻ്റെ സോഫ്റ്റ് പ്ലാസ്റ്റിക്സ്, അത് 3 ഇഞ്ച് ആയിരിക്കട്ടെ 4 ഇഞ്ച് ആയിരിക്കട്ടെ
3 ഇഞ്ചിൽ ആവറേജ് ആയിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ അടിക്കണം നല്ല 1/2 കിലോയിൽ നിന്ന് 2 കിലോയ്ക്കുള്ള വറ്റയ്ക്ക് 3 and 4 inches ആർ വെരി ഗുഡ്. അതുപോലെ അല്ല ചിലപ്പം ഈ 5 ഇഞ്ച് സീമാൻ സോഫ്റ്റ് ഫ്ലൂറിൽ സ്പെസിഫിക് ആയ ടൈമിൽ ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, വലിയ വറ്റ അടിക്കുന്നുണ്ട്. അതുപോലെ ജിഗ്സിൽ ഓഫ് കോഴ്സ് ജിഗിങ്ങിൽ നിങ്ങളെല്ലാം മാസ്റ്ററാണ്. സ്റ്റിൽ ഞാൻ പറയുന്നത് ജിഗ്സിൽ സിൻസ് ഞാൻ പറയുന്ന പോലെ ഇൻസ്റ്റിങ്ക്റ്റീവ് പ്രെഡേറ്റർ ആയിരിക്കുമ്പോൾ എൻ്റെ ചില വീഡിയോസ് പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം. ആ ഇൻസ്റ്റിങ്ക്റ്റീവ് നമ്മൾ നല്ലവണ്ണം ട്വിസ്റ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ എടുക്കും, ആ സമയത്ത് ഇവന്മാർ അടിക്കും. ഇവന്മാർ അടുത്ത് വന്ന് നോക്കി നിൽക്കും, ഇവ ഇനി ഓടാൻ ഓടാൻ ശ്രമിച്ചാൽ ഉടനെ വന്നെടുക്കും. അപ്പം ജിഗ്സ് ഇങ്ങനത്തെ കുറച്ച് ഉള്ളുണ്ട്. പിന്നെ ടെക്നിക്ക് ഞാൻ പറഞ്ഞതുപോലെ പോപ്പിംഗ് എന്ന് വെച്ചാൽ നല്ല അടിച്ച് പോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പം അതൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ സ്ഥലത്തും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല, പോപ്പറിൽ പെട്ടെന്ന് മീൻ എടുക്കത്തില്ല. നല്ല അടിച്ച് പോപ്പ് ചെയ്ത് ഇത് ചെയ്യുമ്പം വന്നെടുക്കും. അതുപോലെ ചില സമയത്ത് നോക്കിയെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി പതിയെ പോകുന്ന പോപ്പറിൽ എടുക്കും. യുമാരുടെ ആ പ്രെഡേറ്ററി ഇൻസ്റ്റിങ്ക്റ്റ് പുറത്തിരിക്കുന്നു, മനസ്സിലായോ? നോർമലി ഉമ്മ റിയാക്ഷനിൽ സ്ട്രൈക്ക് ചെയ്യും, ചില സമയത്ത് ഉമ്മ സട്ടിലായിട്ട് ഇത് ചെയ്യും. എന്ന് വെച്ചാൽ വളരെ ബെയിറ്റ് കിടക്കുന്നത്, പക്ഷേ ചെറിയൊരു റിയാക്ഷനിൽ ചിലപ്പോൾ ഉമ്മാർ അടിച്ചായിരിക്കും ഇതൊന്നും. മിന്നോ ലൂട്ട്സിൽ എപ്പോഴുമേ എൻ്റെ എക്സ്പീരിയൻസ് ട്വിച്ച് റിപ്പ് സ്റ്റോപ്പ് എന്ന് പറയും. ട്വിച്ച് സ്റ്റോപ്പ് ഇതിൽ ഉമ്മാർ അടിക്കും, നല്ല റിസൾട്ട്. സോഫ്റ്റ് ലൂറിൽ നോർമൽ റിട്രീവ് ആയിരിക്കിട്ട് ചില നേരത്തിൽ അങ്ങനെ വിട്ടിട്ട് കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ചെറു ജിഗ് ചെയ്തിട്ട് വിട്ടിട്ട് പിന്നെ എടുക്കും, ഇവന്മാരെടുക്കും. ജിഗിൽ പിന്നെ നിങ്ങൾ അറിയണ്ടല്ലോ, എപ്പോഴുമേ ഫാസ്റ്റായിട്ട് ജിഗ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വിടുമ്പോൾ അത് ഇത് ചെയ്തിട്ട് അതങ്ങനെ വീണിട്ട് പിന്നെ ഒരു ഇതെടുക്കും, ഇവന്മാരടിക്കും. ഇതുപോലെ ചെറുപല ടെക്നിക്ക് ഉണ്ട്. ഇനിയും ഇതുപോലെ വളരെ വീഡിയോസ്, ഇങ്ങനെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഫിഷ് വിത്ത് സ്റ്റാക്കിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഇതൊരു ചെറു വീഡിയോ ആണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തോ ഒരു ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം. അതുപോലെ എൻ്റെ മെയിൻ ചാനലിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന വീഡിയോ മലയാളത്തിലും കൂടെ ഞാൻ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു മെയിൻ വീഡിയോസിന് മോർ കണക്ടിവിറ്റി കിടക്കും. കേസ് ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു ഇൻഫർമേറ്റീവിൽ ഞാൻ മീറ്റ് ചെയ്യും.